എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. മനുഷ്യനെപ്പോഴും പുറം ലോകത്തെയാണ് നോക്കുന്നത്, കാണുന്നത്. എന്നാൽ ഈ പുറം ലോകം മുഴുവൻ തനിക്ക് അനുഭവപ്പെടുന്നതിന് കാരണം തനിക്കൊരു ബോധ മനസ്സുള്ളത് കൊണ്ടാണ്, ബുദ്ധി ഉള്ളത് കൊണ്ടാണെന്ന് പലപ്പോഴും നാം അത്ര ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ബോധ ബുദ്ധിയിലും മനസ്സിലും റിഫ്ലക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ ലോകത്തെ കാണാൻ സാധ്യമല്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ബോധ മനസ്സിലോ ബുദ്ധിയിലോ ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചകളോ ചിന്തകളോ ഒന്നും കടന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകം പെർസെപ്ഷനിലില്ല, നിങ്ങളുടെ കാഴ്ചയിലില്ല, നിങ്ങളുടെ അറിവിലോ അനുഭവത്തിലോ ഇല്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ എഴുതി വെച്ചത്, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം. ഈ ലോകം നമ്മൾ കാണുന്നത് ഒരു റിഫ്ലക്ഷനായിട്ടാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മുടെ മനസ്സിൽ പതിഞ്ഞ റിഫ്ലക്ഷനാണ് ഈ ലോകം. നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടെന്ന് തോന്നുന്നു എങ്കിലും മനസ്സിൽ പതിയുന്നു. അതെങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ മനസ്സ് അബോധാവസ്ഥയിൽ പോയാൽ കണ്ണു തുറന്നാൽ പിന്നെ നിങ്ങൾ കാണുന്നില്ല. രോഗികൾ, ഓപ്പറേഷന് വിധേയരാകുന്നവർ അനസ്തീഷ്യ കൊടുത്ത് അബോധാവസ്ഥയിൽ പോയാൽ പിന്നെ ഡോക്ടറും നേഴ്സും ആരുമില്ല അവർക്ക്. അവരുടെ ശരീരം പോലും കീറി മുറിച്ചാൽ അറിയുന്നില്ല. അപ്പോൾ ഈ ശരീരം പോലും നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ബോധബുദ്ധി കൊണ്ടും ബോധ മനസ്സുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആഴത്തിലിരുന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ബോധ മനസ്സും ബുദ്ധിയൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റുമോ? ഒന്നൊക്കെ ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഈ ബോധബുദ്ധിയെയും മനസ്സിനെക്കുറിച്ചും നമുക്കെന്തറിയാം? അതിലിരുന്നു കൊണ്ടാണ് നമ്മുടെ ശരീരത്തെയും ലോകത്തെയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്കൊരു ചുക്കും അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ആന്തരിക പ്രകൃതി, അതിലാണ് ബാഹ്യപ്രകൃതി. ആന്തരിക പ്രകൃതി എന്നാൽ ബോധബുദ്ധിയും ബോധമനസ്സും. അപ്പം ആ ആന്തരിക പ്രകൃതി ഇല്ലെങ്കിൽ ബാഹ്യപ്രകൃതിയില്ല, നമുക്കില്ല. നമുക്ക് പെർസെപ്ഷനില്ല, അനുഭവത്തിലില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല അർത്ഥം, നമ്മുടെ അനുഭവത്തിലില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ആന്തരിക പ്രകൃതിയെ നാം മനസ്സിലാക്കണം. ഇതെവിടെ നിന്ന് വന്നു, എങ്ങനെ രൂപപ്പെട്ടു, എന്താണത് എന്നതിനെക്കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എല്ലാ വ്യക്തികളെയും ജീവജാലങ്ങളെയും നിലനിർത്തുന്ന ആ ആന്തരിക പ്രകൃതിയുടെ അറിവും അനുഭവവും തരുന്ന ബോധശക്തി ഒരേ ബോധശക്തിയാണ്. അപ്പോൾ ഒരേ ബോധശക്തി തന്നെയാണ് പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളായി നിൽക്കുന്നത്. ഒരേ ഊർജം പല രൂപങ്ങളായി നിൽക്കുന്ന പോലെ ഒരേ ശക്തി തന്നെ പല സ്വഭാവങ്ങളായി നമുക്ക് കാണാം ഓരോരുത്തരിലും. പക്ഷെ അവരുടെയൊക്കെ ബോധം എന്ന് പറയുന്ന ശക്തി ഒരേ ശക്തി തന്നെയാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഞാനെന്ന് പറയുന്ന ബോധവും നിങ്ങളെന്ന് പറയുന്ന ബോധവും എല്ലാവരും ഞാൻ എന്ന് പറയുന്ന ബോധം എല്ലാവരിലും ഒരേ ശക്തിയാണ്. അപ്പം ആ ശക്തിയുടെ കഴിവാണ്, മഹത്വമാണ് നമ്മുടെ ആന്തരിക പ്രകൃതിയെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനെ നമുക്ക് പരിവർത്തനം വരുത്താനും സാധിക്കും. നമുക്കതിനെ ഹയർ ലെവലിലേക്ക്, ഹയർ ഡയമെൻഷനിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാം നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട്, നമ്മുടെ വിവേകശക്തി കൊണ്ട് അതിൻ്റെ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ അതിനെ ഉയർത്തി അതിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് നാം. അതാണ് ജീവിത വിജയം. പക്ഷെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നുവെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടണമെങ്കിൽ നമുക്ക് ഭഗവത്ഗീത പഠനം തന്നെ വേണം. എങ്കിലേ നമുക്ക് ശാസ്ത്രീയമായി യുക്തിനിഷ്ഠമായി വേണ്ട രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട്
ഗീതയിലെ 3-ാം അധ്യായത്തിലെ 33-ാം ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതൊന്നുകൂടി വായിക്കാൻ നമുക്ക്. അതിഗംഭീരമായ ശ്ലോകമാണ്. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു, എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ബുദ്ധി നമ്മൾ വളർത്തിയെടുത്താലും, അതായത് വിദ്യാഭ്യാസം നേടിയാലും, നമ്മുടെ ആന്തരിക പ്രകൃതിയുടെ ദൗർബല്യങ്ങൾ സദൃശം ചേഷ്ടതേ, നമ്മുടെ ആന്തരിക പ്രകൃതി ബാഹ്യപ്രകൃതിയുടെ സ്വാധീനത്തിലേക്ക് പെട്ടേക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥ ചിന്തകൾ, കാമചിന്തകൾ തുടങ്ങിയതെല്ലാം ബാഹ്യപ്രകൃതിയുമായി പെട്ടെന്ന് താതാത്മ്യപ്പെടാൻ സാധ്യതയുണ്ട്. രാമായണം വായിച്ചിട്ടുള്ളവരല്ലേ നമ്മൾ? കൈകേയിയുടെ മനസ്സിൽ കൈകേയിക്കൊരുറപ്പുണ്ട്, ദശരഥ മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ പത്നിമാരിൽ വെച്ച് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. കാരണം കൈകേയിക്ക് അത്ര സുന്ദരിയും കൈകേയിക്കത്ര വാക്സാമർത്ഥ്യവും കൈകേയിക്കത്ര മാത്രം ദശരഥ മഹാരാജാവിനെ സന്തോഷിപ്പിക്കാനുള്ള ചില അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു താളത്തിനനുസരിച്ച് നിൽക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടായിരുന്നു. അതായിരിക്കാം ദശരഥ മഹാരാജാവിനെ കൈകേയിയുമായിട്ട് കുറേ അടുപ്പിച്ചത്. എന്നാൽ കൗസല്യാദേവി ആവട്ടെ വളരെ ഒരു പക്വതയോടുകൂടിയിട്ടും കാര്യങ്ങളൊക്കെ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞും അങ്ങനെയൊക്കെയുള്ളൊരു പത്നിയായത് കൊണ്ട് രാജാവിനെപ്പോഴും കൈകേയിയെ വളരെ ബഹുമാനമായി, കൗസല്യാദേവി വളരെ ബഹുമാനമായിരുന്നു. സുമിത്രാദേവി വളരെ ശാന്തചിത്തയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ കൈകേയി ദേവി ഇത് മുതലെടുത്തു. അപ്പം നോക്കൂ, രാജാവ് തൻ്റെ അധീനതയിലാണെന്ന അവരുടെ ഒരു സ്വാർത്ഥ ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ആ സ്വാർത്ഥ ചിന്തയിലേക്കാണ് മന്ധര സ്വാധീനിച്ചത്. ദശരഥ മഹാരാജാവുള്ള തൻ്റെ സ്വാധീനം തൻ്റെ പുത്രനിലേക്ക്, തൻ്റെ പുത്രൻ അധികാരം കിട്ടുന്നതിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുമെന്ന് മന്ധരയിലൂടെ കൈകേയിക്ക് മനസ്സിലാകുമ്പോൾ ആ കൈകേയിയുള്ള സ്വാർത്ഥതയാണ് മന്ധരാദേവിയുടെ സ്വാർത്ഥ ചിന്തയുമായി കൂട്ടിച്ചേർത്തത്. വരും വരായികളൊന്നും കൈകേയി നോക്കിയില്ല. ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, ഇതെന്തായിരിക്കും പിന്നീട് ഉണ്ടാവാൻ പോകുന്നത്. ഈ പ്രേമത്തിലൊക്കെ വീഴുന്ന കുട്ടികളെപ്പോലെ അവൻ ഏത് മതക്കാരായാലും എന്താ, പ്രേമല്ലേ, പ്രേമം ദിവ്യമല്ലേ, പ്രേമം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, പ്രേമം അനശ്വരം, എന്തൊക്കെയാണ് പ്രേമത്തിനെക്കുറിച്ച്. അങ്ങനെ കാൽപ്പനിക കവികൾ പോലും കണ്ടെത്താത്ത റൊമാൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ഈ പ്രേമം അവസാനം തൻ്റെ ജീവിതം മുഴുവൻ ഒരു ബുർക്കയ്ക്കുള്ളിലാക്കുമെന്നും തൻ്റെ മനസ്സ് മുഴുവൻ കലുഷിതമാക്കി അത് മുഴുവൻ ആയുധങ്ങളും അക്രമങ്ങളുമാക്കി അവസാനം ജയിലിൽ കൊണ്ടെത്തിക്കുമെന്നൊന്നും ഈ പാവങ്ങൾ തിരിച്ചറിയുന്നില്ല. അല്ലേ? എത്ര ജീവിതങ്ങളാണ് ഇങ്ങനെ പോയിട്ടുള്ളത് നോക്കൂ അവിടെ ഹിന്ദു സംസ്കാരത്തിൽ. ഇന്നും കൈകേയിമാരുണ്ട്. കാരണം അവരുടെ സ്വാർത്ഥ ചിന്തകൾ, മറ്റൊരാളുടെ സ്വാർത്ഥതയിലേക്ക് എനിക്ക് സുഖം കിട്ടണം. അപ്പം പറഞ്ഞു സ്വർഗത്തിലങ്ങനെ കാത്തിരിക്കുകയാണ് എന്നുള്ളത്. ഈ സ്വർഗത്തിൽ ശരീരം കിട്ടുമോ? ശരീരം കിട്ടണമെങ്കിൽ പഞ്ചഭൂതങ്ങൾ അവിടെയുണ്ടോ? പഞ്ചഭൂതങ്ങളുണ്ടെങ്കിലേ ശരീരമുള്ളൂ. അവിടെയും മണ്ണും അതുപോലെ തന്നെ വായു, ജലം ഒക്കെ ഉണ്ടാവണം. പഞ്ചഭൂതാത്മക ദേഹമാണ് മനുഷ്യൻ്റെ ദേഹം. അതൊക്കെ അവിടെ ഉണ്ടാകുമോ? ഇവിടെ ഭൂമിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സ് പിന്നെ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതിനൊക്കെ വല്ല യുക്തിയുണ്ടോ? സ്വർഗമെന്ന് പറയുന്ന സ്ഥലമുണ്ടോ? ആകാശത്തിനപ്പുറത്ത് വായുമണ്ഡലം തന്നെയുണ്ടോ? ഒന്നും നമുക്കറിയില്ല. എല്ലാം അങ്ങോട്ട് വിശ്വസിക്കുകയാണ്, അന്ധമായി വിശ്വസിക്കുകയാണ്. ഇതൊക്കെ ഇതിനൊക്കെ കാത്തിരിക്കുന്ന ഒരു റിവാർഡ് തരാൻ കാത്തിരിക്കുന്ന ദൈവം. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു ചാടി കടന്ന് നമ്മുടെ ജീവിതം പിന്നീട് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോയി. പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ കൈകേയിക്ക് പറ്റിയത്. അവസാനം ദശരഥ മഹാരാജാവ് തളരുന്നു, മരിക്കുന്നു. ഭരതൻ വന്നാഞ്ഞടിക്കുന്നു,
നിൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് ജനിച്ച ഞാൻ എത്ര നീചനാണെന്നൊക്കെ. വാളുപോലും എടുക്കുന്നു ഭരതൻ, നീ എൻ്റെ മുന്നിൽ നിൽക്കരുതെന്ന്. അമ്മയോടുള്ള അത്ര ദേഷ്യം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ചിന്തിക്കാൻ മനുഷ്യൻ്റെ ചില ഉള്ളിലുള്ള വാസനകൾ അനുവദിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ജ്ഞാനവാൻ അഭി. നമ്മളെത്ര ജ്ഞാനമുള്ളവരായാലും ശരി, ബാഹ്യപ്രകൃതി നമ്മളെ സ്വാധീനിക്കുന്നതിന് കാരണം ആന്തരിക പ്രകൃതി ദുർബലമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? ഈ ദുർബലമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനെ ഇഗ്നോർ ചെയ്യരുത്, അവഗണിക്കരുത്. നിഗ്രഹിക്കരുത്. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അതാണ്. സംസ്കൃതത്തിൻ്റെ ഓരോ ശബ്ദങ്ങൾക്കും സന്ദർഭോചിതമായ അർത്ഥം കണ്ടെത്തണം. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കൃഷ്ണൻ നിഗ്രഹിക്കുക എന്നത് പറഞ്ഞു ഇല്ലാതാക്കലല്ല. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല, എന്നെ ജായതേ എന്നെ മ്രിയതയെന്ന്. പിന്നെ ഇങ്ങനെ കൃഷ്ണൻ നിഗ്രഹിക്കുക എന്നുള്ളതിന് ഈ അർത്ഥം എടുക്കുന്നുള്ളത് നമ്മൾ അങ്ങനെ കാണരുത്. കാരണം ഒന്നും നശിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, നാസതോ വിദ്യതേ ഭാവ ന അഭാവോ വിദ്യ, ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞതല്ലേ. ഉള്ളതിനെ നശിപ്പിക്കാനും സാധ്യമല്ല, ഇല്ലാത്തതിനെയൊക്കെ സൃഷ്ടിക്കാനും സാധ്യമല്ല. ഇന്നത്തെ മോഡേൺ ഫിസിക്സാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആന്തരിക പ്രകൃതിയെ നമുക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പം നാം ഉൾക്കൊള്ളണം. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. ഉള്ളിലുള്ള ദൗർബല്യമാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നത്. ദുർബലരാകുന്നതിന് കാരണം നമ്മുടെ ഉള്ളിലും സുഖത്തോട്, സൗന്ദര്യത്തോട്, പണത്തോട്, അധികാരത്തോട് തുടങ്ങിയ പലതിനോടും നമുക്ക് ക്രേവുണ്ട്. അപ്പം ഇതൊക്കെ മറ്റുള്ളവർ മുതലെടുക്കാൻ നാം അനുവദിക്കരുത്. അതിനെന്ത് വേണം? സ്നേഹം, സുഖം, സന്തോഷം, സംതൃപ്തി. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ലയത്തിനനുസരിച്ച് കിട്ടുന്നതാണ്, മനസ്സിൻ്റെ ചില സാധനാനുഷ്ഠാനങ്ങളിൽ കിട്ടുന്നതാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നാം നമ്മുടെ ദുർബലാവസ്ഥയിൽ നിന്നും പടിപടിയായി സാധനകളിലൂടെ ഉയർന്നു കഴിഞ്ഞാൽ കരുത്തുള്ളൊരു മനസ്സിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ദീർഘ ഓങ്കാരം ചൊല്ലൽ. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു വിഗ്രഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി നാം ഏകാഗ്രത പഠിക്കുമ്പോൾ അത്തരത്തിൽ മുഖത്തു നോക്കി തളരാത്തൊരു മനസ്സോടുകൂടി, അതായത് ഭയം തൊടാത്തൊരു മനസ്സോടുകൂടി പ്രതിസന്ധികൾക്ക് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്ന പെൺകുട്ടികളെ തളർത്താൻ ഒരാൾക്ക് സാധ്യമല്ല. മനസ്സിലാവുണ്ടോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ ഇതിലൂടെയൊക്കെ കടന്നുപോയ ആളുകൾ അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ട്, അത് ഡെവലപ്പ് ചെയ്യണം. കരുത്തെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് സ്വതവേ ദുർബലയാണ് എന്ന് പറയരുത്. നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ആന്തരിക പ്രകൃതിയെ നമുക്ക് ഉയർത്താൻ പറ്റും. പ്രകൃതിയെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാതാക്കാൻ സാധ്യമല്ലെങ്കിലും അതിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. എനർജിയെ നമുക്ക് ഹയർ എനർജിയായിട്ട് ഡയമെൻഷനിലേക്ക് ഉയർത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതേ കാര്യം നമുക്ക് ദേവീ ഭാഗവതത്തിലും കാണാം. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസാം ബലാലാകർഷ്യമോഹായ മഹാമായ പ്രയച്ഛതി. മഹാമായ എന്ന് പറഞ്ഞാൽ ബാഹ്യപ്രകൃതി. അത് നമ്മളെ സ്വാധീനിക്കുമ്പോൾ ബലാദാകർഷ്യമോഹായ, ഈ ഉള്ളിലിരിക്കുന്ന മനസ്സ് അത്തരത്തിലുള്ള പ്രകൃതിയിലേക്ക് നമ്മളെ സ്വാധീനിക്കുന്നതിന് കാരണം നമുക്ക് ദൈവീകമായി കിട്ടിയ ഭഗവതി ശക്തിയെ, നമ്മുടെ പരിവർത്തന ശക്തിയെ, നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റുന്ന ശക്തിയെ നാം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇതര മതക്കാർ സൃഷ്ടി എന്ന് പറയുന്നത് ഭാരത ഋഷിവര്യന്മാർ അംഗീകരിക്കുന്നില്ല. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, മനുഷ്യൻ്റെ പരിണാമത്തിന് കാരണമായ ശക്തി എന്താണ്? അതിനെന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം? കോസ് ഇല്ലാതെ ഇഫക്റ്റ് ഇല്ല സയൻസിൽ. ഇന്ന് നിങ്ങൾ കേട്ട് കാണാം ജെനറ്റിക്സ്, മനുഷ്യനെക്കുറിച്ചുള്ള അതിസൂക്ഷ്മമായ പഠനം. അതായത് മനുഷ്യൻ്റെ നൈസർഗികമായ വാസനകൾ. അപ്പോൾ ഓരോ മനുഷ്യനും ജനിച്ചു വരുമ്പോൾ കുറേ ജന്മവാസനകളുമായിട്ട് അവൻ വരുന്നു. ഈ ജന്മവാസനകൾ 7 തലമുറയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് എന്നൊക്കെയുള്ള
ശാസ്ത്രീയമായ പഠനങ്ങളും ചിന്തകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നമുക്കെല്ലാം ചില ജെനറ്റിക്സ് ഉണ്ട്. അതായത് ജനിച്ചു വരുമ്പോൾ തന്നെ ചില വാസനകളുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില കുട്ടികൾ പാടുന്നതും പല കഴിവുകളും കാണിക്കുമ്പോൾ നമ്മുടെ ജന്മവാസന എന്ന് പറയും. അപ്പോൾ ഈ ജന്മവാസന എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ആ കുട്ടിയിൽ ആ വാസന ഉണ്ടായിരുന്നു. എന്തുണ്ടോ അത് നേരത്തെ ഉള്ളതാണ്. ഇല്ലാത്ത ഒന്നും ഉണ്ടാവുകയില്ല. ഉള്ളത് മാത്രമേ എന്നും ഉള്ളതായിട്ടിരിക്കുള്ളൂ, അല്ലേ? അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കണം, പറയേണ്ടിയിരിക്കുള്ളൂ, ഇതൊക്കെ ദൈവം അങ്ങോട്ട് കൊടുത്താണ്. അത് നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം ക്രൂരനാണ്. ദൈവം പക്ഷാഭേദമുള്ള ആളാണ്, അല്ലേ? ചിലർക്ക് നല്ല കഴിവ് കൊടുക്കണു, ചിലർക്ക് ഒരു കഴിവും കൊടുക്കുന്നില്ല, ചിലർക്ക് സൗന്ദര്യം കൊടുക്കണം. അതൊക്കെ ഈ ദൈവം സൃഷ്ടാവെന്ന് വിളിക്കുന്ന സത്യത്തിൽ ആ ദൈവത്തെ നിന്ദിക്കലാണ്. കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് നടന്നിട്ടില്ല. ഇവിടെ ഉള്ളതെല്ലാം സൂക്ഷ്മമായ നമ്മളിലെ വാസനകൾ സ്ഥൂലമായൊരു ശരീരത്തിലൂടെ പ്രകടമാവുന്നു, ശരീരമാവാൻ പ്രേരണ കൊടുക്കുന്നു ഈ പ്രകൃതിയെ. അപ്പോൾ ഇവിടെ സൂക്ഷ്മശക്തി പല പരിണാമങ്ങളിലൂടെയും സ്ഥൂലമായത് സൂക്ഷ്മമാകുന്നു. ഇത് തന്നെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് സൃഷ്ടി നടന്നിട്ടുള്ളത്. അപ്പോൾ ജെനറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ നേച്ചർ, ആന്തരിക പ്രകൃതി നാം രൂപപ്പെടുത്തിയത് തന്നെയാണ്, അല്ലാതെ ദൈവം തന്നതല്ല എന്നർത്ഥം. അപ്പം നിങ്ങളെ രൂപപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാണെങ്കിൽ, അല്ലേ? ദൈവം തന്നതല്ല എന്നുള്ള ഉറപ്പല്ലേ? അപ്പം പിന്നെ എവിടെ നിന്ന് വന്നു? നമ്മൾ രൂപപ്പെടുത്തി. അപ്പം നമ്മളെവിടെ നിന്ന് വന്നു? നമ്മൾ ഈ ഇവിടെയല്ലേ ജനിച്ചിട്ടുള്ളൂ. നമ്മളെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെന്ന് പറയുന്നത് ഉണ്ടാകുന്നൊരു വ്യക്തിയല്ല. ഈ ബോധശക്തിയിൽ തന്നെ, വാസനകളിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ നമ്മൾ വികസിക്കുകയും സങ്കോചിക്കുകയും ഉള്ളൂ ഇവിടെ. അപ്പം മരിക്കുന്ന സമയത്ത് നിങ്ങളിലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വവും നിങ്ങളുടെ വാസനകളും അത് സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകടിത അവസ്ഥയിൽ നിന്നും അത് അപ്രകടമായി, അൺമാനിഫെസ്റ്റഡ് ഫോമായി. പിന്നീട് നമ്മൾ വീണ്ടും രാവിലെ ഉണരുന്നു, അതായത് ഞാൻ പറയുന്നത് കിടന്നുറങ്ങുമ്പോൾ, രാവിലെ ഉണരുമ്പോൾ വീണ്ടും അത് പ്രകടിതമായി. അപ്പം മരിക്കുന്ന സമയത്ത് ഒരാളുടെ മനസ്സും ചിന്തകളൊക്കെ അപ്രകടമാകുന്നു, അൺമാനിഫെസ്റ്റഡ് ആകുന്നു, അവ്യക്താദീരിഭൂതാനി. അത് മറ്റൊരു ശരീരം കിട്ടുമ്പോഴോ വീണ്ടും വ്യക്തമാകും. അപ്പോൾ അവ്യക്തമാകുന്നു, വ്യക്തമാകുന്നു. ഇതല്ലേ നടക്കുന്നത്? ഡെയിലി നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളിലെ ഞാൻ ഇല്ലാതാവുന്നുണ്ടോ? നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ആരാ രൂപപ്പെടുത്തിയത്? നിങ്ങളുടെ ചിന്തകൾ ആരായി ഈ രൂപത്തിലാക്കിയത്? നിങ്ങൾ തന്നെ. അപ്പം നിങ്ങളുടെ ചിന്തകളെ മാറ്റാനുള്ളൊരു സ്വാതന്ത്ര്യം നീക്കില്ലേ? രാവിലെ കൃത്യസമയത്ത് എണീക്കാം, കുറേ സാധനങ്ങൾ അന്വേഷിക്കാം. ആരെങ്കിലും നിങ്ങളെ വിലക്കുണ്ടോ? ഇല്ല. പക്ഷേ ചെയ്യുന്നില്ല. ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അതേ സ്വഭാവം നിലനിൽക്കും. അപ്പം അങ്ങനെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നാം മാറ്റിമറിച്ചിട്ടില്ലെങ്കിൽ ഇതേ വ്യക്തിത്വമായി ഇനിയുള്ള ജന്മങ്ങളിലും നിങ്ങൾ വരണം. നമ്മുടെ കുട്ടികൾ പഠിക്കണം, ആത്മഹത്യ എന്നതൊന്ന് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമായി നിങ്ങൾ കാണരുത്. കാരണം ആത്മഹത്യ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആ വാക്ക് തന്നെ നോക്കൂ. നിങ്ങളുടെ ആത്മശക്തിയെ, നിങ്ങളുടെ ചിന്താശക്തിയെ ഹതം ചെയ്യണം, നശിപ്പിക്കണം. ഹതം ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കല്ല. വീണ്ടും അതേ ദുർബലമായ ചിന്തകളുമായി തിരിച്ചു വരാൻ നിങ്ങൾ ബാധ്യസ്ഥരാവുക. നിങ്ങൾക്കതൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ചിന്തകളും ശരീരവും വേർപെട്ടാൽ നിങ്ങളുടെ ചിന്തകൾ നശിക്കുന്നില്ല. ഇത് നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് സയൻസായി പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നശിപ്പിക്കാൻ, മരണത്തോടുകൂടി നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അത് അവ്യക്തമായി, അപ്രകടമായി, അതായത് അൺമാനിഫെസ്റ്റഡായി. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ അത് തന്നെ നിരീക്ഷിക്കൂ. നിങ്ങളുടെ ചിന്തകൾ വല്ലതും നശിച്ചിട്ടുണ്ടോ? നിങ്ങളിലെ ഞാൻ എന്ന ഭാവം പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ശരീരവുമായിട്ട് എന്ത് ബന്ധം? അപ്പം നിങ്ങളുടെ ആ അവസ്ഥ നോക്കൂ. നിങ്ങൾ അബോധാവസ്ഥയിൽ. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളൊക്കെ എന്താ സംഭവിച്ച രാത്രി ഉറക്കത്തിൽ? അവിടെ തന്നെയുണ്ട്. രാവിലെ ഉണർന്നു വന്നപ്പോഴോ? അതൊക്കെ ഉണർന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, മരിക്കുന്ന സമയത്ത് ഇതേ കാര്യം തന്നെയല്ലേ മനസ്സിൽ സംഭവിക്കുന്നത്? ചിന്തകൾ നശിക്കുന്നില്ല. അതൊക്കെ സൂക്ഷ്മമായിട്ട്, അപ്രകടമായിട്ട്, അൺമാനിഫെസ്റ്റഡായിട്ട്, അവ്യക്തമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ജെനറ്റിക്സ്. ഈ ചിന്തകളുമായിട്ട് വീണ്ടും നിങ്ങൾ വരും.
അതുകൊണ്ടാണ് നമ്മൾ ഓരോ കുട്ടിയിലും ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ വ്യത്യസ്ത സ്വഭാവങ്ങൾ. ചില കുട്ടികളുടെ കഴിവൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആരും പറയാതെ ഇപ്പോൾ ഈ വാട്സാപ്പും ഫേസ്ബുക്കും നിങ്ങൾ നോക്കിയാൽ കുട്ടികളുടെ ചില കലാപരിപാടികളൊക്കെ കാണാം. കൊച്ചു കുട്ടികൾ എന്തു ഗംഭീരമായിട്ടാണ് ഡയലോഗുകൾ പറയണത്. പെട്ടെന്ന് മറവിയില്ലാത്ത ഓർമ്മശക്തി, തീവ്രമായ ഓർമ്മശക്തി, പല ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ആ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടിയത്? അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സംഗീത സംസ്കാരങ്ങൾ, അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിദ്യാഭ്യാസ കഴിവുകളൊക്കെ. ഒരുപക്ഷെ നിങ്ങൾ പറയാം അച്ഛനും അമ്മയ്ക്കും അതേ ഒരു പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു, അവരും കേമന്മാരായിരുന്നു. നിങ്ങൾ നോക്കൂ, ഒരേ വീട്ടിൽ ഉള്ള കുട്ടികളെ ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്താൽ എല്ലാവരും ഒരേപോലെ പഠിച്ചു വരുമോ? നിങ്ങളെ വെല്ലുവിളിക്കാം ഞാൻ. നിങ്ങൾ നല്ല വിദ്യാലയത്തിൽ എല്ലാറ്റിനും ട്യൂഷൻ കൊടുക്കാനും അവരെ വേണ്ട പോലെ ട്രെയിനിങ് കൊടുക്കാനും നിങ്ങൾ ആളുകളെ വെച്ച് പഠിപ്പിക്കൂ. പക്ഷേ നിങ്ങൾക്ക് കാണാം, കുറേ കഴിഞ്ഞ കുട്ടി പറയും എനിക്കിത് ഇഷ്ടമല്ല, എന്നെ പഠിപ്പിക്കണം, എനിക്ക് ബോറടിക്കുന്നു. അപ്പം അതുകൊണ്ട് വാസനകൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എന്നാലും കോമൺ വാസനകൾ ഉണ്ടാവും. ഒരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോമൺ വാസന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, പണ്ടൊരു വലിയ കോടീശ്വരനായൊരു മനുഷ്യനായിരുന്നു. ഈ കോടീശ്വരന് 4 മക്കൾ. ഈ 4 മക്കൾക്കും കോടീശ്വരനാണ്, വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ മാത്രം താല്പര്യമില്ല, ഒരെണ്ണത്തിനും പഠിക്കാൻ താല്പര്യമില്ല. കാരണം വീട്ടിൽ കളിക്കാൻ ഇഷ്ടം മാതിരി സാധനം, കുടിക്കാനും കഴിക്കാനും സാധനങ്ങൾ ജോലിക്കാരോട് പറയേണ്ട താമസമുള്ളൂ, അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇനി അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുണ്ട്. മസാല ദോശ എന്ന് പറഞ്ഞാൽ നല്ല അസല് മസാല ദോശ, അങ്ങനെ വട്ട അത് ഇത് എന്ത് വേണം അപ്പോഴേക്ക് റെഡിയാണ്. പക്ഷെ പഠിക്കാൻ താല്പര്യമില്ല. ഈ കോടീശ്വരൻ സ്കൂളിൽ ചേർത്തി കുട്ടികളെ സ്കൂളിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് പറഞ്ഞയച്ചവർ. കാരണം മറ്റു കുട്ടികളെ പോലും പഠിക്കാൻ സമ്മതിക്കില്ല, കാരണം അവർ കോടീശ്വരന്മാരായതുകൊണ്ട് അതിൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം. ഇദ്ദേഹത്തിന് തൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം. പേപ്പറിൽ അഡ്വർട്ടൈസ് ചെയ്തു, മക്കളെ പഠിപ്പിക്കാൻ കഴിവുള്ളവർക്ക് ശമ്പളമൊക്കെ 50,000 രൂപയാണ് മാസം. ജനങ്ങളിങ്ങനെ ക്യൂ നിൽക്കരുത് ജോലിക്ക്. അപ്പോൾ ഒരുത്തനെ ഇദ്ദേഹം സെലക്ട് ചെയ്തു. ഇദ്ദേഹം നല്ല കഴിവൊക്കെ ഉള്ള ആളാണ്. മാഷ് പിറ്റേന്ന് റിസൈൻ ചെയ്തു, കാരണം ചികട്ടത്ത് 4 എണ്ണ കിട്ടിയത് പെട. ഒരുത്തനാണെങ്കിൽ മുള്ളാണി കൊണ്ടുവച്ചിരിക്കണിരിക്കും ചെയറിൻ്റെ മുകളിൽ. അത്ര കുരുത്തക്കേട്. കിടക്കുന്നിടത്ത് ഈ ഒരു തരം ചൊറിയുന്ന പൊടിയുണ്ടല്ലോ, അതുകൊണ്ട് വിതറുക. 2ാമത്തെ ദിവസം അയാൾ പറഞ്ഞു എനിക്ക് 10 ലക്ഷം തന്നാൽ എനിക്ക് ജോലി വേണ്ട, ജീവനും കൊണ്ട് അയാൾ സ്ഥലം വിട്ടു. പിന്നെ വേറൊരു അധ്യാപകൻ വന്നു, അയാളെയും എന്താ പറയുക, ഇയാൾ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ. ഒരു ദിവസം അയാൾ കുളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇയാളുടെ കുളിക്കാനുള്ള വെള്ളം നേരത്തെ തന്നെ എക്സ്ട്രീം ചൂട് ഇയാളെ ചോദിച്ച് മനസ്സിലാക്കും, നിങ്ങൾക്ക് എങ്ങനെ ചൂടുവെള്ളമൊക്കെ വേണം. ഞാൻ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുക. തളച്ച വെള്ളമാക്കി വെച്ചു. മേല് മുഴുവൻ പൊള്ളി ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. പിന്നെ ഒരു സ്ത്രീയെ വെച്ചു. ആ സ്ത്രീ കരഞ്ഞില്ല എന്നുള്ളൂ, ബാക്കി അവരുടെ ആത്മാവ് പുറത്തെടുത്തില്ല, അത്ര അവരെ ഓടിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ചെറുപ്പക്കാരൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തു. ഈ പിള്ളേരൊന്ന് പഠിപ്പിച്ചെടുക്കും. കാരണം 4-5 അധ്യാപകർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ് ഇയാൾ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സിംഹങ്ങളോ പുലികളോ താമസിക്കുന്ന, നമ്മൾ പറയും പുലിമടയിൽ ചെന്ന് ആ മടയിലേക്ക് അയാൾ ചെന്ന് പഠിപ്പിക്കാൻ പോണത്. ഇയാളെന്താ വെച്ചാൽ മുതലാളിയോട് പറഞ്ഞു, കോടീശ്വരനോട് പറഞ്ഞു, 1 മാസം കുട്ടികളെ ഞാൻ പഠിപ്പിക്കില്ല, കാരണം അവരുടെ മനസ്സുമായിട്ട് ഒരു ലയം വേണം. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഫ്രണ്ടായാലേ അത് പറ്റുള്ളൂ, ഞാൻ അവരെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നല്ല, നിങ്ങളുടെ കൂടെ കളിക്കാം. അതവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇദ്ദേഹം പുതിയ പുതിയ കളികളൊക്കെ അവരെ പഠിപ്പിച്ച് ക്രമേണ 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 ആ കുട്ടികളുടെ ഹൃദയം അദ്ദേഹം കീഴടക്കി. ഈ കുട്ടികൾക്ക് ഇദ്ദേഹം വേണമെന്നുള്ളൊരവസ്ഥ വന്നു. അപ്പം അദ്ദേഹത്തിനൊന്ന് ഇനി പഠിപ്പിക്കാൻ തുടങ്ങാം. ഇദ്ദേഹത്തെ ഇത് പുസ്തകമൊന്നും എടുത്തില്ലേ പഠിപ്പിക്കാൻ. ഒരു ദിവസം കുട്ടികളെ നല്ല മാങ്ങ വിളഞ്ഞിരിക്കുന്ന കാലം, അവർക്കാണെങ്കിൽ നല്ല മാവിൻ തോട്ടമുണ്ട്, അവിടെ കൊണ്ടുപോയി ധാരാളം ഇപ്പോഴത്തെ ഈ ഒട്ടുമാവുകളാണ്. അപ്പം അതുകൊണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് വലിയ മാവൊന്നുമല്ല, ചെറിയ
ശാഖകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മാവിൻ്റെ മുകളിൽ ഒരുത്തനെ കയറ്റിയിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചുകളാണ്, മീൻസ് കാല് വയ്ക്കാൻ പറ്റുന്നത്. പതുക്കെ പതുക്കെ അവനെ കയറ്റിയിട്ട് അവനോട് ചോദിച്ചു, എത്ര ബ്രാഞ്ചിലാണ് നീ കാല് വെച്ചിരിക്കുന്നത്, ചവിട്ടിയത്? കുറേ, എന്നാലും ഒന്ന് എണ്ണി നോക്കൂ. അപ്പം അവൻ പറഞ്ഞു, അതൊന്നും പിന്നെ കൊണ്ട് വരില്ല എന്ന്. പിന്നെ ഇവനോട് വന്നാൽ ശരി മാങ്ങ പറിക്കാൻ പറഞ്ഞു. ഇവനൊരു മാങ്ങ പറിച്ചു. ഇവൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് പറഞ്ഞു, സാറ് കൈ നീട്ടിക്കൊള്ളൂ എന്ന്. യെസ്, കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, ക്യാച്ച്. അവർ ഭയങ്കര ത്രില്ലാണ്. രണ്ടാമതൊന്നുകൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, ക്യാച്ച്. ഇപ്പം എത്ര മാങ്ങ കിട്ടി? ആദ്യം എത്ര മാങ്ങയായിരുന്നു? ഒരു മാങ്ങ. ഇപ്പം 2. 1 + 1 എത്ര മാങ്ങ? ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ എത്രയും? 2. മൂന്നാമത്തെ ഒരു മാങ്ങ പറിക്കുമ്പോൾ മുകളിലുള്ളവൻ പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ ഓടിക്കുമോ, ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ വന്നതാണ് എന്ന്. പിന്നെ ഒരെണ്ണത്തിൻ്റെ അഡ്രസ്സ് അവിടെ ഇല്ല. എപ്പോൾ അവർ തിരിച്ചറിഞ്ഞോ ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന്, ആ സമയം അവർ ജീവനും കൊണ്ട് അവിടുത്തെ സ്ഥലം കിട്ടും. മാഷ് നോക്കുമ്പോൾ മാങ്ങ അവിടെ ഇട്ടിട്ടുണ്ട്, പിള്ളേർ സ്ഥലം വിട്ടി. വീട്ടിൽ ചെന്നപ്പം പിന്നെ അവരുണ്ടല്ലോ നല്ല കല്ലായിട്ടാണ് കാത്തിരിക്കുന്നത്, എറിഞ്ഞ് ഓടിക്കാനായിട്ട്. സാറ് തോറ്റുപോയി. ഇതാണ് ചില ആന്തരിക വാസനകൾ കടുത്തതും തീവ്രവുമാണെങ്കിൽ അതിനെ നേരെയാക്കിയെടുക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഇതാണ് കുറേ ആളുകളുടെ മനസ്സിൽ ടെറസൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവരെ നേരെയാക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. കാരണം അവരന്ധമായി അവരുടെ മതഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അവർ. അപ്പം അതുകൊണ്ട് നാം തളരാതിരിക്കണമെങ്കിൽ ആന്തരിക പ്രകൃതിയെ നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് നാം എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തേണ്ടത്, കൃഷ്ണൻ ഇനിയും നമുക്ക് വഴികൾ പറഞ്ഞു തരാണ് അടുത്ത ശ്ലോകത്തിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.